ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈക്കാർ 2424. നമ്മുടെ ചാനലിൽ നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു. ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം മലയങ്കിലുള്ള ട്രസ്റ്റ് ചോയ്സ് എന്ന യൂസ്ഡ് കാഴ്സിൻ്റെ ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ലോ ബഡ്ജറ്റും ഉണ്ട്, അത്യാവശ്യം ഏകദേശം ഒരു 40,000 തൊട്ട് 10 ലക്ഷം ആ ഒരു റേഞ്ചിൽ ബഡ്ജറ്റിൽ വരുന്ന വണ്ടികളാണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. എക്സ്ചേഞ്ച് സൗകര്യം, ഫൈനാൻസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്കിപ്പം വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുമ്പോൾ മാരുതി സുസുക്കിയുടെ സിലേരിയാണ്. 2017 മോഡലാണ്. 17,000 കിലോമീറ്ററാണ് ഓടിയത്. തേർഡ് ഓൺഷിപ്പിൽ വരുന്ന മോഡലാണ്. ചെറുതായിട്ട് ഈ ബമ്പർ സൈഡിലൊക്കെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. ആക്സിഡൻസോ റീപ്ലേസ്മെന്റോ അങ്ങനെ വേറെ തട്ടിലോ മുട്ടിലോ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. 4,35,000 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി വരുമ്പോൾ മഹേന്ദ്രയുടെ 2012 മോഡൽ XUV 500 W8 വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഫ്രണ്ടിലും ബാക്ക് സൈഡിലും വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മോഡലാണ്. 6 എയർ ബാഗും ABS EBD ഒക്കെ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, അങ്ങനെ മിക്കവാറും ഫീച്ചേഴ്സും കാര്യങ്ങളും ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ XUV വരുമ്പോൾ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഈ വണ്ടിക്ക് 2012 സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഈ മോഡൽ 5,90,000 ആണ് ചോദിക്കുന്ന വില. നമുക്ക് ലോൺ ആയാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുമ്പോൾ നമ്മുടെ ടാറ്റയുടെ നാനോയുടെ 2011 വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 94,000 കിലോമീറ്ററിന് ഓടിയത്. ഒരു ആവറേജ് കണ്ടീഷൻ വണ്ടിയാണ്. 3 ടയേഴ്സ് നല്ല ഗുഡ് കണ്ടീഷൻ ആണ്. ബാക്കിൽ ഒരു ടയർ വരുമ്പോൾ ഏകദേശം തീർന്ന ടയേഴ്സ് ആണ്. AC ആണ്. ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഒരു ആവറേജ് കണ്ടീഷൻ മോഡലാണ്. ഒരു ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. 73,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അടുത്ത മോഡൽ വരുമ്പോൾ 5 സീറ്റിൽ വരുന്ന ഹാഷ് ബാക്ക് ആണ്. ടൊയോട്ടയുടെ ഗ്ലാൻസ് ആണ്. G ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2021 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 22,000 കിലോമീറ്റർ ആണ് ഓടിയത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ്. മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെ മിക്കവാറും അലോയ് വീൽസ്, അങ്ങനെ മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. നല്ലൊരു ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. സിംഗിൾ ഓൺഷിപ്പിൽ യൂസ് ചെയ്ത ഈ ഗ്ലാൻസയ്ക്ക് ചോദിക്കുന്ന പ്രൈസ് 7,50,000 ആണ്. നമുക്ക് ഫൈനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. ഇത് വരുമ്പോൾ 2011 മോഡൽ മാരുതിയുടെ ഓൾട്ടോ ആണ്. LXI ആണ് വേരിയന്റ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 52,000 കിലോമീറ്ററാണ് ഓടിയത്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്റീരിയേഴ്സിലോട്ട് വന്നാലും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ്. ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ മോഡലാണ്. ഈ ഓൾട്ടോയ്ക്ക് ചോദിക്കുന്ന റേറ്റ് വരുമ്പോൾ 1,65,000 ആണ്. നമുക്ക് ലോൺ ആയാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് ആയാലും ചെയ്യാൻ പറ്റും. ഇത് വരുമ്പോൾ 2012 റിഡ്സ് ആണ്. മാരുതി സുസുക്കിയുടെ റിഡ്സിന്റെ ZXi ഫുൾ ഓപ്ഷൻ മോഡലാണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. തേർഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ വരുമ്പോൾ 76,000 കിലോമീറ്ററിന് ഓടിയത്. എക്സ്റ്റീരിയേഴ്സായാലും ഇന്റീരിയേഴ്സായാലും അത്യാവശ്യം നീറ്റായിട്ടാണ് വരുന്നത്. ഡുവൽ എയർ ബാഗ്സ് എല്ലാം വരുന്നുണ്ട്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഈ റിഡ്സിന് ചോദിക്കുന്ന റേറ്റ് വരുമ്പോൾ 2,75,000 ആണ്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് പ്രൈസ്. നെക്സ്റ്റ് മോഡൽ വരുമ്പോൾ മാരുതി സുസുക്കി എടുത്ത 5 സീറ്റിൽ വരുന്ന പെട്രോൾ മോഡലാണ്. സ്വിഫ്റ്റിന്റെ ഡിസൈർ ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. 2010 മോഡലിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ 86,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഇന്റീരിയേഴ്സായാലും എക്സ്റ്റീരിയേഴ്സായാലും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. 2,50,000 ആണ് ഈ ഡിസൈറിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് വരുമ്പോൾ 2012 വരുന്ന ടൊയോട്ടയുടെ 5 സീറ്റർ ഹാഷ് ബാക്ക് മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഓണർഷിപ്പ് വരുമ്പോൾ 4th ആണ്. 87,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇന്റീരിയേഴ്സായാലും എക്സ്റ്റീരിയേഴ്സായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ഇന്റീരിയേഴ്സ് ആണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഈ എത്തിയോസ് ലിവയ്ക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,80,000 ആണ്. അടുത്തത് വരുമ്പോൾ ഒരു വൈറ്റ് കളറിലുള്ള ഹാഷ് ബാക്ക് മോഡലാണ്. ഹ്യുണ്ടയുടെ വണ്ടിയാണ്. 2016 മോഡലിൽ വരുന്ന ഇയോൺ മാഗ്ന പ്ലസ് ആണ്. നല്ല ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. എക്സ്റ്റീരിയേഴ്സ് നോക്കിയാലും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. തേർഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. 91,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത്. ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയും റിമോട്ട് സെൻട്രൽ ലോക്കൊക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. 2,50,000 ആണ് ഈ കൊണ്ട് ചോദിക്കുന്ന റേറ്റ്. വൈറ്റ് കളർ സ്വിഫ്റ്റ് ആണ്. 2012 മോഡലാണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. തേർഡ് ഓൺഷിപ്പിൽ 58,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. എക്സ്റ്റീരിയേഴ്സിലോട്ട് വരുമ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഇന്റീരിയേഴ്സ് ആണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഇന്റീരിയേഴ്സ് ആണ്. സ്വിഫ്റ്റിന്റെ റേറ്റ് ഉദ്ദേശിക്കുന്നത് വരുമ്പോൾ 3,50,000 ആണ്.
ഇത് വരുമ്പോൾ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന ഹ്യുണ്ടയുടെ മോഡലാണ്. വെന്യൂ ആണ്. 2023 വരുന്ന കമ്പനി വാറന്റിയിൽ വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.2 ലിറ്ററിൽ വരുന്ന ഹ്യുണ്ടയുടെ കാപ്പ സീരീസിൽ വരുന്ന 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. 27,000 കിലോമീറ്ററാണ് ഓടിയത്. എക്സ്റ്റീരിയേഴ്സിൽ വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഇന്റീരിയേഴ്സ് വന്നാലും നന്നായി മെയിൻറ്റെയിൻസ് വെഹിക്കിൾ ആണ്. മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ABS, EBD, ബ്രേക്ക് സിസ്റ്റം അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, അങ്ങനെ മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. വെന്യൂ വരുമ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കമ്പനി സർവീസിൽ വരുന്ന വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വെന്യൂവിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് വരുമ്പോൾ 8,65,000 ആണ്. അടുത്ത മോഡൽ വരുമ്പോൾ നമ്മുടെ മാരുതിയുടെ തന്നെ വാഗണർ ആണ്. 2015 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വാഗണർ വരുമ്പോൾ VXi ആണ് വേരിയന്റ്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ്. KL21 നെടുമങ്ങാടാണ് രജിസ്ട്രേഷൻ വരുന്നത്. എക്സ്റ്റീരിയേഴ്സ് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഇന്റീരിയേഴ്സ് നോക്കിയാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയും റിമോട്ട് സെൻട്രൽ ലോക്കും ഒക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. ഫാമിലി യൂസിനൊക്കെ പറ്റിയ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പെട്രോൾ എഞ്ചിൻ വരുന്ന മോഡലാണ്. ഈ വാഗണറിന് ചോദിക്കുന്ന പ്രൈസ് വരുമ്പോൾ 3,65,000 ആണ്. നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് വരുമ്പോൾ ഷെവർലയുടെ സ്പാർക്ക് ആണ്. ഫാമിലി യൂസിന് പറ്റിയ ഒരു 5 സീറ്റിൽ വരുന്ന ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 2011 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 58,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ എഞ്ചിൻ വരുന്ന മോഡലാണ്. ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയൊക്കെയാണ് വരുന്നത്. ഡുവൽ ടോണിൽ വരുന്ന ഇന്റീരിയേഴ്സ് ആണ്. ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫാമിലി യൂസിന് പറ്റിയ നല്ലൊരു മോഡലാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 1 ലക്ഷമാണ്. അടുത്ത മോഡൽ വരുമ്പോഴും ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന 5 സീറ്റർ വരുന്ന മോഡലാണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. മാരുതിയുടെ ഓൾട്ടോ 2006 മോഡലാണ്. LXi ആണ് വേരിയന്റ്. ACയും പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 92,000 കിലോമീറ്ററാണ് ഓടിയത്. ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ 1,25,000 ആണ്. ഇത് വരുമ്പോഴും 1 ലക്ഷം ആ ഒരു റേഞ്ചിൽ ബഡ്ജറ്റിൽ വരുന്ന ലോ ബഡ്ജറ്റ് മോഡലാണ്. ഹ്യുണ്ടയുടെ സാൻഡ്ര ആണ്. 2005 മോഡലാണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. 4 പുതിയ ടയേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇന്റീരിയേഴ്സ് നോക്കിയാലും തിരക്കേടില്ലാത്ത ഇന്റീരിയേഴ്സ് ആണ്. ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയൊക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. 1,23,000 കിലോമീറ്ററാണ് ഓടിയത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1 ലക്ഷമാണ് ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. മഹേന്ദ്രയുടെ ബൊലേറോ ആണ്. 2010 വണ്ടിയാണ്. 7 സീറ്റർ ആണ്. ഡീസൽ വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന മോഡലാണ്. ടയർ കണ്ടീഷൻ വരുമ്പോൾ 2 പുതിയ ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ വരുമ്പോൾ 2 പുതിയ ടയേഴ്സ് ആണ്. ബാക്ക് വരുമ്പോൾ ആവറേജ് കണ്ടീഷൻ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. ഇന്റീരിയേഴ്സും തരക്കേടില്ലാത്ത ഇന്റീരിയേഴ്സ് ആണ്. ACയും പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയോയ്ക്കാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഈ ബൊലേറോയ്ക്ക് ചോദിക്കുന്ന വില 3,30,000 ആണ്. അതൊക്കെ ചെറിയ രീതിയിൽ ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് ആയാലും ചെയ്യാൻ പറ്റും. ടാറ്റയുടെ ഇൻഡിക്കയാണ്. 2004 വണ്ടിയാണ്. 5 സീറ്റർ വരുന്ന ഡീസൽ ഹാഷ് ബാക്ക് മോഡലാണ്. ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയ്ക്കാണ് വരുന്നത്. ടയർ വരുമ്പോൾ 4 ആവറേജ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. ആവറേജ് കണ്ടീഷനിൽ വരുന്ന എക്സ്റ്റീരിയേഴ്സ് ഇന്റീരിയേഴ്സും ഒക്കെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 91,000 കിലോമീറ്റർ ഓടിയ ഡീസൽ മോഡലാണ്. 2004 മോഡൽ വരുന്ന ഇൻഡിക്കയ്ക്ക് ഉദ്ദേശിക്കുന്ന വില വരുമ്പോൾ 45,000 ആണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. മഹേന്ദ്രയുടെ 2006 മോഡൽ സ്കോർപിയോ ആണ്. 7 സീറ്റർ വണ്ടിയാണ്. ഒരു ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. 4th ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,93,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. എക്സ്റ്റീരിയേഴ്സ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. അഡീഷണൽ ആയിട്ട് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 ടയേഴ്സ് വരുമ്പോൾ MRFന്റെ വാണ്ടർ ടയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സ്കോർപിയോയ്ക്ക് ചോദിക്കുന്ന റേറ്റ് വരുമ്പോൾ 2,65,000 ആണ്. ഹ്യുണ്ടയുടെ സാൻഡ്ര ആണ്. 2006 മോഡലാണ്. സാൻഡ്രോ സിംഗ് ആണ്. 5 സീറ്റിൽ വരുന്ന ഹ്യുണ്ടയുടെ ഹാഷ് ബാക്ക് മോഡലാണ്. പെട്രോൾ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 87,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. ടയർ വരുമ്പോൾ 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോയൊക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. 1,10,000 ആണ് ചോദിക്കുന്ന വില. മാരുതിയുടെ 2012 മോഡൽ ഓൾട്ടോ K10 LXi ആണ്. ബേസ് മോഡൽ വണ്ടിയാണ്. 5 സീറ്റിൽ വരുന്ന പെട്രോൾ മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്ററാണ് ഓടിയത്. എക്സ്റ്റീരിയേഴ്സ് ഇന്റീരിയേഴ്സ് ഒക്കെ ഒരു ആവറേജ് ക്വാളിറ്റി വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ഇന്റീരിയേഴ്സ് ആണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ഈ K10 ചോദിക്കുന്ന വില വരുമ്പോൾ 1,90,000 ആണ്. നമുക്ക് ഫൈനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് ആയാലും ചെയ്യാൻ പറ്റും. മാരുതിയുടെ 5 സീറ്റിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്. സെഡാൻ മോഡലാണ്. 2013 മോഡൽ വരുന്ന സ്വിഫ്റ്റിന്റെ ഡിസയർ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. VD ആണ് വേരിയന്റ്. 94,000 കിലോമീറ്റർ ആണ് ഓടിയത് വണ്ടി.
അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെയാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. എസിയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസ് സ്റ്റീരിയോയും റിമോട്ട് സെന്റർ ലോക്ക് ഒക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഡീസൽ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഡിസയർ ആണ്. ഈ ഡിസയറിന് ഉദ്ദേശിക്കുന്ന വില 3,80,000 ആണ്. നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. അടുത്ത് വരുമ്പോൾ മാരുതിയുടെ തന്നെ 2016 മോഡൽ ഓൾട്ടോ LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 40,000 കിലോമീറ്റർ ഓടി നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് വരുന്നത്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഒക്കെ എക്സ്റ്റീരിയേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ഫീച്ചേഴ്സ് വരുമ്പോൾ എസിയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോ ഒക്കെയാണ് വരുന്നത്. നല്ല ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഓൾട്ടോയ്ക്ക് ഒന്ന് ചോദിക്കുന്ന വില 2,60,000 ആണ്. ഷെവർലയുടെ 2006 മോഡൽ അവിയോ ആണ്. ഡീസൽ വണ്ടിയാണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 58,000 കിലോമീറ്ററാണ് ഓടിയത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. എക്സ്റ്റീരിയേഴ്സിലും ഇന്റീരിയേഴ്സിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എസിയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോ ഒക്കെയാണ് വരുന്നത്. നല്ല ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഒക്കെയാണ് വരുന്നത്. ചോദിക്കുന്ന പ്രൈസ് വരുമ്പോൾ 1,40,500 ആണ്. മാരുതിയുടെ ഓൾട്ടോ ആണ്. 2012 മോഡൽ വരുന്ന ഓൾട്ടോയുടെ LXi ആണ്. ബേസ് മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ വരുമ്പോൾ 3 നല്ല ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. ബാക്കിൽ ഒരു ടയർ ഏകദേശം തീർന്ന ടയേഴ്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെയാണ് വരുന്നത്. 1,85,000 ആണ് ചോദിക്കുന്ന റേറ്റ്. മാരുതിയുടെ 2013 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഡീസൽ വണ്ടിയാണ്. VDA ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. ഇന്റീരിയേഴ്സ് ആയാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിൾ ആണ്. 3 ടയേഴ്സ് വരും, നല്ല ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ ഒരു സൈഡ് ടയർ ഏകദേശം തീർന്ന ടയേഴ്സ് ആണ്. എസിയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയും റിമോട്ട് സെന്റർ ലോക്കും റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,40,500 കിലോമീറ്റർ ഓടി സ്വിഫ്റ്റ് ആണ്. 3 ലക്ഷമാണ് ചോദിക്കുന്ന വില വരുമ്പോൾ. നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. 5 സീറ്റിൽ വരുന്ന ഹാഷ് ബാക്ക് മോഡലാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മോഡലാണ്. 2017 മോഡൽ വരുന്ന ഒമിനി ആണ്. മാരുതിയുടെ വണ്ടിയാണ്. 5 സീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഫാമിലി യൂസിനും ബിസിനസ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു മോഡലാണ്. ടയർ കണ്ടീഷൻ വരുമ്പോൾ ഫ്രണ്ട് 2 നല്ല ആവറേജ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. ബാക്കിൽ 2 ഏകദേശം ഓടി തീർന്ന ടയേഴ്സ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. ഇന്റീരിയേഴ്സ് ആണ് തരക്കേട്ടില്ലാത്ത ഇന്റീരിയേഴ്സ് ആണ്. 2,50,000 ആണ് ചോദിക്കുന്ന റേറ്റ്. ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർഡിന്റെ 2010 മോഡൽ ഫിഗോയാണ്. 5 സീറ്ററിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്. ഹാഷ് ബാക്ക് ആണ് മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 87,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡീസൽ എഞ്ചിൻ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ്. ഇന്റീരിയേഴ്സിലും എക്സ്റ്റീരിയേഴ്സിലും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള മോഡലാണ്. എസിയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോസും സ്റ്റീരിയോയ്ക്കാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 87,000 കിലോമീറ്റർ ഓടി ഫിഗോയ്ക്ക് ആസ്കിംഗ് പ്രൈസ് 1,30,000 ആണ്. ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസ് അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കും അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.